അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഏറെ ബഹുമാനമുള്ള ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതാക്കളെ, കോർഡിനേറ്റർമാർ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചവൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സംരംഭം തുടങ്ങിയിട്ട് ഏതാണ്ട് 6 വർഷം പിന്നിട്ടു. 100-ൽ നിന്ന് തുടങ്ങിയ ഈ പദ്ധതി 1000-ഓളം ആളുകളായി, അതുപോലെ തന്നെ 25ഓളം ഏരിയകളിൽ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോവുകയാണ്. 1-2 ഏരിയകൾ തുടങ്ങാനുള്ള ആലോചനയിലാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇത്ര അധികം കുടുംബങ്ങൾക്ക് പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള ഒരവസരമാണ് നമ്മൾ ഒരുക്കിയത്. മാസാന്തം ഒത്തുകൂടുമ്പോൾ പരസ്പരം കണ്ടറിയാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഒരുമിച്ചിരിക്കാനുമുള്ള ഒരു അവസരം ഇതിലൂടെ അവർക്ക് കൈവരികയാണ്. പലപ്പോഴും സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ട ആളുകളെയാണ് നമുക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഹോം വിസിറ്റിലൂടെ കണ്ടെത്താൻ കഴിയുന്നത്. വിശദമായ ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ക്ലാസ് എടുക്കാമെന്നേറ്റ നമ്മുടെ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ താജുദ്ദീൻ സലാഹി സൂചിപ്പിച്ചതുപോലെ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. കണ്ണൂർ ജില്ല, വയനാട് ജില്ല മാത്രമാണ് നമുക്ക് ഒരു യൂണിറ്റ് ഉള്ളത്. ബാക്കി 5 ജില്ലകളിലും കുറേ അധികം യൂണിറ്റുകളുണ്ട്. മലപ്പുറം ജില്ലയിൽ 6 യൂണിറ്റാണുള്ളത്, പാലക്കാട് 4 യൂണിറ്റ്, അതുപോലെ തന്നെ തൃശ്ശൂർ 3 യൂണിറ്റ്, കാസർഗോഡ് 5 യൂണിറ്റ്. അപ്പോൾ യൂണിറ്റുകളിലെ ആളുകൾ, പ്രവർത്തകർ കൂടിയിരുന്നിട്ട് ഒരു ജില്ലാ കമ്മിറ്റി ഫോം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം സാമ്പത്തികമാണ്, ഫണ്ടിൻ്റെ വിഷയമാണ്. നമ്മൾ ഇത്ര 1000-ഓളം കുട്ടികൾക്ക് ഒരു മാസം 2000 രൂപ വീതം കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഫണ്ട് നിങ്ങൾക്ക് കണക്കൂട്ടിയാൽ മനസ്സിലാവും. അപ്പോൾ അതിന് നമ്മൾ സ്വീകരിച്ച മാർഗം ആളുകളെ കൊണ്ട് സ്പോൺസർഷിപ്പ് വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഇത് ജനകീയമായ ഒരവസ്ഥയ്ക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനകീയമായ ഒരവസ്ഥയ്ക്ക് മാറാത്ത കാലത്തോളം ആളുകൾ സാമ്പത്തികമായ സഹായമോ മറ്റ് സഹായമോ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു നിർദ്ദേശം നൽകാൻ പറയുന്നത്, നമ്മൾ ഓരോ ഏരിയയിൽ നിന്നും ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞങ്ങളതിൻ്റെ മോഡൽ പുളിക്കൽ തുടങ്ങി. കഴിഞ്ഞ വ്യാഴാഴ്ച പബ്ലിക് ഹോളിഡേൻ്റെ അന്ന് PVC ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് 500 ആളുകൾ പങ്കെടുത്ത ഒരു പൊതു പരിപാടി. അത് പൈസ കിട്ടുമോ എന്നുള്ളതൊന്നുമല്ല വിഷയം, ആളുകൾ അറിയിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് തുടങ്ങിയത് ആസ്ഥാനം പുളിക്കലാണ്. പക്ഷെ പുളിക്കൽ ഒരുപാട് ആളുകൾ ഇത് അറിയില്ല. ആസ്ഥാനം ഓഫീസും പുളിക്കലാണ്. അപ്പോൾ പലരോട് സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ 1-2 ട്രസ്റ്റിൻ്റെ പേര് ഇങ്ങനെ പറയും, ഇതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോഴാണ് ആളുകൾ സംഗതി അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ ഏരിയയിലും ഒരു ജനകീയമായൊരു പരിപാടി, അത് ബന്ധപ്പെട്ടാൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും ഈ വിഷയം എന്ന് പറഞ്ഞാൽ, ജനകീയമായ ഒരു പരിപാടി സംഘടിപ്പിക്കുക. എന്നിട്ട് എന്താണ് ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് വെക്കുന്ന സംഗതി, ഇത് ആരോടും പറയാൻ പറ്റിയൊരു വിഷയമാണ്, നമുക്കറിയാം. കാരണം യത്തീംഖാന അവസ്ഥ നമുക്കറിയാലോ, യത്തീംഖാനൻ്റെ അവസ്ഥ. അപ്പോൾ അത് ചിലപ്പോൾ പരസ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് പറയാം, യത്തീംഖാനയിൽ യത്തീം കുട്ടികളില്ലാത്ത അവസ്ഥ പറയാം. അതുപോലെ തന്നെ യത്തീംഖാനയിലേക്ക് ഫുഡായിട്ട് എത്തുന്നതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് പറയാം. നമ്മൾ കൊടുക്കുന്ന ക്യാഷിൻ്റെ
വളരെ ചുരുങ്ങിയ ശതമാനമാണ് അവിടെ ഫുഡായിട്ട് എത്തുക. നമുക്കറിയാം സാധാരണ റിസീവർമാരാണ് ഇവിടേക്ക് പിരിപ്പിക്കുക. അതിൽ വലിയൊരു കമ്മീഷൻ ഉണ്ട്. അത് ഹറാമോ ഹലാലോ അതൊന്നുമല്ല കേട്ടോ ചർച്ച. നിങ്ങൾ അതിമ കൂടിയിട്ട് സമയം കളയണ്ട. റിസീവറെ ഇത് അത് ഹലാലാവോ അതല്ല വിഷയം. അതേപോലെ തന്നെ വാർഡൻ്റെ ശമ്പളം, കുക്കിൻ്റെ ശമ്പളം, അവിടുത്തെ ഇലക്ട്രിസിറ്റി ചാർജ് ഒക്കെ നമ്മൾ കൊടുക്കണ ഈ പൈസ എന്നാ പോവുക. ഇത് 2000 കൊടുത്താൽ 2000 ബെനിഫിഷ്യറീസിന് എത്തുന്ന സംവിധാനമാണെന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, മുഴുവൻ ആളുകൾ ഇത് സഹകരിക്കും. അതേപോലെ തന്നെ ഫുഡ്. നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞാൽ മതി, കല്യാണം നടക്കുമ്പോൾ ഉടനെ നമ്മൾ അറിയിക്കണം. ഓഡിറ്റോറിയം പരിസരത്തുള്ള ഓഡിറ്റോറിയത്തിൻ്റെ നമ്പറൊക്കെ എടുത്ത് വെച്ചാൽ അവരിങ്ങോട്ട് വിളിച്ചു പറയും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിന് ആൾ സംസാരിച്ച് ആൾ ഞങ്ങൾ ഉടനെ വേറെ തരാം, ബുക്കിംഗ് വന്നാൽ ഉടനെ വേറെ തരാം. അവിടെ പോയി കാണുക, അവരെ പോയി കാണുക. ലക്ഷങ്ങൾ പൊടിച്ചിട്ടല്ലേ നമ്മളെ പരിപാടി. നമ്മളെ കൗമ് പിന്നെ അതിൽ വളരെ ഉഷാറാണല്ലോ, നിങ്ങൾക്കറിയാലേ. കല്യാണത്തിന് പൈസ ചിലവാക്കണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഇഷ്ടംപോലെ പൈസ ചിലവാക്കും. അതിലൊരു 50,000, ഒരു 75,000, അല്ല 1,00,000 ഇപ്പോൾ ഓരോ ഏരിയയിൽ. ഇപ്പോൾ കാസർഗോഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. 80,000 തോന്നുന്നുണ്ട് അവിടെ വരുന്നത്. ചിലയിടത്ത് 10,000 ആണ്, ചിലയിടത്ത് 20,000 ആണ്. പണ്ട് കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ യത്തീംഖാനയിലെ കുട്ടികൾ വന്നിട്ടാണ് ആദ്യം ചോറ് കൊടുക്കുക. ഒരിങ്ങനെ വരിക്ക് വരും. പണ്ട് തൊപ്പിട്ട് കുട്ടികളായിരുന്നല്ലോ. ഒരു വരിക്ക് വന്ന് ഒരു ആദ്യത്തെ ഇത് അവർ ബർക്കത്താന്നുള്ള വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട്. സത്യമാണത്. ആ യത്തീം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് തുടങ്ങുക. അപ്പോൾ നമുക്കത് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയണം. ആളുകൾക്ക് ഓർമ്മ വരണം, ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇതാണ് ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അവർക്ക് കൊടുക്കണം. നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ മാസത്തിൽ 8,000 രൂപയിൽ കുറഞ്ഞ ആളുകളെ നമ്മളിലുള്ളൂ എന്ന് പറഞ്ഞാൽ പട്ടിണി പാവങ്ങളുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ഒരു സ്ത്രീ ജോലിക്ക് പോയാൽ 300 റുപ്യ മിനിമം കിട്ടും. ഞങ്ങളവിടെ 500. ഒരു ഉമ്മ ജോലിക്ക് പോയാൽ, ആ ജോലിക്ക് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഉമ്മയാണെങ്കിൽ നമ്മൾ ഇത് ബെനിഫിഷ്യറി ആയിട്ട് നമ്മൾ എടുക്കില്ല. കാരണം 8,000 രൂപയിൽ കൂടുതൽ കിട്ടുമവർക്ക്. 9,000 രൂപ കിട്ടില്ല മിനിമം. 300 കിട്ടിയാൽ പലയിടത്തും 400, 500 ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഗ്രേഡ് കുറഞ്ഞ ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്, നമ്മളിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള വലിയൊരു വിഷയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് ഫണ്ട് കൊടുക്കാനില്ല. സത്യത്തിൽ നമ്മൾ ഒരു ഏരിയക്ക് ഫണ്ട് അയക്കാനില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ തുടങ്ങുക. എല്ലാവർക്കും ചിലപ്പോൾ ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. ചിലപ്പോൾ ചിലർക്ക് ഒരുപാട് കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ കഴിയും. ഒരു 100 റുപ്യക്ക് കൊടുക്കാൻ പറ്റൂലേ? നമ്മളാണല്ലോ ആദ്യം ഇതിനോട് കൂറ് പുലർത്തുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങളാരും തരുന്നില്ല എന്ന അർത്ഥത്തിലല്ല കേട്ടോ, എല്ലാവരും കൊടുക്കണതാണ്. പക്ഷേ വല്ലവരും അങ്ങനെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ തുടങ്ങേണ്ടത് നമ്മളെ ഇന്നാണ്. ഖുർആൻ്റെ നിർദ്ദേശമുള്ളൂ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത എന്തിനാണ് നിങ്ങൾ പറയണത്? നമ്മളിപ്പോൾ ഇതിൻ്റെ ഇതിൽ ഒരു നയാ പൈസ പോലും ഈ 2,000 രൂപയിൽ നിന്ന് ഇതിൻ്റെ ചിലവിലേക്ക് എടുക്കണില്ല. ഒരു നയാ പൈസ പോലും. ഇതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പുളിക്കൽ വർക്ക് ചെയ്യുന്നത്. ഇതിന് കേന്ദ്ര കമ്മിറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം, സഫറിൽക്ക പ്രസിഡൻറ്റും നമ്മളെ സർഫുദ്ദീൻ ഷെൽഫി സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഇതിന് പല മീറ്റിംഗ് അവിടെ ഇവിടെ കഴിഞ്ഞ 2 പ്രാവശ്യം തിരൂർ കമ്മിറ്റി കൂടി. അതുപോലെ തന്നെ ഇതിൻ്റെ ആളുകൾ കാസർഗോഡേക്കും വയനാട്ടേക്കും ഒക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ വളണ്ടിയേഴ്സ് ആരും പൈസ വാങ്ങില്ല, അവനൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചിലവാക്കണേ. അങ്ങനത്തെ ഒരു സംസ്കാരം നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. ഇത് കുറച്ച് ഇടക്കാലത്ത് നമുക്ക് എന്താ വെച്ചാൽ ഈ സംഘടനൻ്റെ ആൾക്കാർക്ക് അറിയാം, വൗച്ചർ ചെയ്യുന്ന പരിപാടി കുറച്ച് കൂടിപ്പോയി. എല്ലാത്തിനും വൗച്ചർ ചെയ്തുക. അതുപോലെ തന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും ആ സംസ്കാരം ഒന്ന്, ആ കൾച്ചറൊന്ന് മാറിയിട്ട് ഇത് കംപ്ലീറ്റ് അവനാന് സ്വർഗം കിട്ടാനുള്ളതാണ്. അതാണ് നമ്മളെ ഒന്നാമത്തെ സംഗതി. കഴിഞ്ഞ ആഴ്ച 2 സംഘടനയുടെ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ ഞങ്ങളിൽ ഒരു 1000-ഓളം ആളുകൾ ഇപ്പം ഉണ്ട്. ഞാൻ സംഘടനക്കെതിരാൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. 1000-ഓളം ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഉമ്മമാർ 1000-ഓളം ഉണ്ട്. ഈ ഉമ്മമാരിൽ 99% കയ്യിൽ ഐക്കല്ല് കെട്ടിയ, കഴുത്തിൽ ഏലസ് കിട്ടിയ പെണ്ണുങ്ങളാണ്. സുന്നി മഹലിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഈ ആളുകൾക്ക് ദഅവത്ത് കൊടുക്കുന്നത് നിങ്ങൾ തരുന്ന 2,000 കൊണ്ടാണ്. നിങ്ങൾ തരുന്ന 2,000 അവർക്ക് കൊടുക്കണോണ്ടാണ് അവരിവിടെ വരുന്നത്. ഈ ടീമിന് ദഅവത്ത് എത്തിക്കാൻ വേറെ ഒരു സംഘടന ടീം മെനക്കെട്ടാലും കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞു. വലിയൊരു ക്രെഡിറ്റായിട്ട് പറഞ്ഞതല്ല. നമ്മൾ ഇവിടെ പരിപാടി വെക്കും, എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വിജയിപ്പിക്കും. ഇവിടെ പരിപാടി വെക്കും, എല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകും, അവിടെ വിജയിപ്പിക്കും. അങ്ങനെയുള്ള കാര്യമായിട്ട് മെയിൻ പരിപാടി അങ്ങനെയുള്ളൂ. ശരിക്കും പണ്ടൊക്കെ ദഅവത്ത് ഫീൽഡിലിറങ്ങി, ഇപ്പോൾ അതും വളരെ കുറഞ്ഞു പോവുകയാണ്. കൊറോണയ്ക്ക് ശേഷം ഒക്കെ മരടിച്ചു പോയി എല്ലാവരും കൂടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ടീമിന് 1000-ഓളം ഉമ്മമാരെ നരകത്തിൽ നിന്ന് കഴിച്ചിലാക്കി കൊടുക്കണ ഒരു ശരിക്കും കഴിച്ചിലാണ്. കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ക്ലാസ്സിൽ പച്ചയായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് പച്ചയായി പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, വിനോൽക്ക് പറയില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസം പല സ്ഥലത്തും നമുക്ക് പോകാൻ അവസരം ഉണ്ടായി. ഞാൻ ചോദിച്ചു അവരോട്, ഓപ്പണായി ചോദിച്ചു അവരോട്, നിങ്ങളിപ്പോൾ എന്താണ് ദർഗയിലൊക്കെ പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പണ്ട് പോയിരുന്നു, ഇപ്പം ഞങ്ങൾ പോകാറില്ല.
ഇപ്പം ഞങ്ങൾ പോകാറില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇത് വലിയൊരു ബാധ്യതയല്ലേ സത്യത്തിൽ? നമ്മുടെ ബാധ്യതയല്ലേ ഇതുവരെ ദഅവത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ? അത് ഈ 2000 ഈ ആൾക്കാർ തന്നെ 2000 കൊണ്ടാണ്. നമുക്ക് പറയാം, ഒരു കൊല്ലത്തിന് റൂട്ടിനെ സ്പോൺസർ ചെയ്താൽ 24,000 നിങ്ങൾ തരുകയാണെങ്കിൽ അത് ഒന്നായിട്ട് തരാം, മന്ത്ലി തരാം. ഇതുകൊണ്ട് നമുക്ക് ഈ ആളുകൾക്ക് പൈസ കൊടുക്കണ മാത്രമല്ല, ക്യാഷ് കൊടുക്കണ മാത്രമല്ല, ഇവരെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയൊരു കാര്യങ്ങൾ നമ്മൾ നേടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ടീമിന് ഇവരെ മക്കൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ ഉത്ബോധനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഇവരെ ഉമ്മമാർ എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ട ആളുകളാണ്. മരിച്ച് 3 കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്താക്കിയ അമ്മോശന്മാരും അമ്മായിമാരുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഭർത്താവ് മരിച്ച് 4 മാസം 10 ദിവസമുള്ള ഇദ്ദ പീരീഡ് അല്ലേ? ഈ 4 മാസം 10 ദിവസവും ഭർത്താവിൻ്റെ വീട്ടിൽ നിർത്തണം ഇടങ്ങാറായിട്ടെങ്കിലും. പക്ഷേ 3 തികയുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച് തിരിച്ചു പോവുകയാണ്. ഈ പെണ്ണിന് വാപ്പിയുമില്ലെങ്കിൽ പിന്നെ അവസ്ഥ എന്താ? ഇവർ നിൽക്കണ ആങ്ങളമാരെടുത്താ, നാത്തൂമാരെടുത്താ. നിങ്ങൾക്കറിയില്ലേ നാത്തൂമാരെടുത്ത് എത്ര മുന്നോട്ട് പോകും സംഗതി എന്നുള്ളത്? എത്ര 100ഓളം ആളുകൾ വീടില്ലാത്ത. ഇപ്പം ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രൊജക്റ്റ് അവതരിപ്പിക്കണേൽ നമ്മുടെ ഗസ്റ്റുകൾ വന്നാൽ ഇവിടെ ഒരു പ്രൊജക്റ്റ് 100 വീടിൻ്റെ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ആസ്ഥാന മന്ദിരം വേണം. അതുപോലെ തന്നെ കാലാകാലം ഈ സ്പോൺസർഷിപ്പ് എത്ര പോകുമെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു പരിപാടി വേണം. ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും പട്ടണങ്ങളിൽ വലിയ സമുച്ചയങ്ങൾ വാടക കിട്ടുന്ന ബിൽഡിംഗ്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പോലുള്ള, ഫ്ലാറ്റുകൾ പോലുള്ള സംഗതികൾ ആലോചിക്കണം. യതീം മക്കളെ വിഷയത്തിൽ ആൾക്കാർ സ്വത്ത്, സ്ഥലം വഖഫ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ നമ്മളെ ബോധ്യപ്പെടുത്തുന്നിടത്തുള്ള പരാജയം നമുക്കുണ്ടായത്. കാരണം യതീമിന് നൽകുക എന്നുള്ളത് നമ്മളെ ഉമ്മത്തിൻ്റെ ഒരു ട്രെൻഡാണ്. അതെന്തായാലും കൊടുക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. യതീംഖാനയിൽ ഇങ്ങനത്തെ അവസ്ഥ ഇല്ലാന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആളുകൾ നമ്മൾ സഹായിക്കും. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജില്ലാ കമ്മിറ്റികൾക്ക് വേണ്ടി കൂടിയിരിക്കുമ്പോൾ എങ്ങനെ അവിടെ പ്രാദേശികമായിട്ട് ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ളത് കൂടെ നമ്മൾ കാണണം. നമുക്ക് ഈ സ്പോൺസർഷിപ്പിൻ്റെ വിഷയമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മറ്റതൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉളിയത്തിന് കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷം റുപ്യ നമ്മൾ വിതരണം ചെയ്ത്, ഓരോ ഏരിയക്കും 50,000 രൂപ കൊടുത്ത് ഉരുവാങ്ങാൻ. ചെറിയ ഏരിയക്ക് മാത്രമാണ് വിട്ടത്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്, കിറ്റുകൾ 18,000 20,000 രൂപയുടെ കിറ്റുകളാണ്, 20 ലക്ഷത്തിൻ്റെ കിറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം റമദാനിൽ. നോമ്പ് തുറക്കാനും അത്താഴത്തിനും അവർ പുറത്തു പോകേണ്ട ആവശ്യമില്ല, അത് നമ്മൾ കൊടുത്തു. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ ബാഗുകൾ കൊടുത്തു, കിറ്റുകൾ കൊടുത്തു. ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇതിലെ ഏജ് ഓവറായ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. കാരണം ഒരു കൊല്ലത്തിനാണ് നമ്മൾ കുട്ടീനെ സെലക്ട് ചെയ്യുക. ഒരു കൊല്ലത്തിന് കുട്ടീനെ സെലക്ട് ചെയ്ത് അടുത്ത ഏപ്രിൽ വരുമ്പോൾ വീണ്ടും ഹോം വിസിറ്റ് നടത്തിയിട്ട് വീണ്ടും നമ്മൾ തീരുമാനിക്കണം ആ കുട്ടീനെ നിലനിർത്തണോ വേണ്ടതെന്നുള്ളത്. അങ്ങനെ 17 വയസ്സ് വരെ മാക്സിമം നമുക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. 17 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടീനെ നമ്മൾ ഒഴിവാക്കൽ നിർബന്ധമാണ്. ഈ കുട്ടികൾ ഭാവിയിൽ ഒരു ജോലിയിൽ എത്തുന്നത് വരെയുള്ള കോഴ്സുകൾ കൊടുക്കാനുള്ള ആലോചന നമ്മളിൽ ഉണ്ടാവണം. ഈ കുട്ടികൾ ഭാവിയിൽ ഇതിലേക്ക് ഫണ്ട് തരാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് അവരെത്തിക്കാൻ നമുക്ക് കഴിയണം. അല്ല അതിങ്ങനെ വിട്ടാൽ എന്താ വെച്ചാൽ, ഇപ്പോൾ 6 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ 17 വയസ്സായ, നേരത്തെ 15 വയസ്സായിരുന്നു, പിന്നെ ഇപ്പോൾ നമ്മൾ 17 വയസ്സാക്കിയതാണ്. അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾ എടുത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് കിട്ടൂല. മാത്രമല്ല അതിലെ കുട്ടികൾ ആണായാലും പെണ്ണായാലും ഇതിൻ്റെ വളണ്ടിയേഴ്സായിട്ട് വരണം, ഏരിയ കോർഡിനേറ്റർമാരായി മാറി വരേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയും. 17 വയസ്സായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും, ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന് അനുഗുണമാകുന്ന രൂപത്തിൽ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഒന്ന്. രണ്ടാമത്തേത്, ഇവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒറ്റപ്പെട്ട സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ 8 ആൾ 10 ആൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് സ്ഥിരം സംവിധാനമില്ല. നമ്മൾ കൂടുതൽ ഒരുപാട് ആളുകൾ കീമോക്ക് വിധേയരായ ആളുകൾ, ഉമ്മമാർ, വിധവകൾ, ക്യാൻസർ രോഗികളാണ്, മാരകമായ രോഗത്തിന് അടിമകളാണ്. ഈ 2000 കൊണ്ട് അവർക്ക് ഭക്ഷണം തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാലോ, നമ്മൾ കൊടുക്കുന്ന 2000 കൊണ്ട് ഒരു കുട്ടിയല്ല തിന്നുന്നത്, ഒരു ഫാമിലിയാണ് തിന്നുന്നത്. ഇതാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മൾ കൊടുക്കുന്ന 2000 കൊണ്ട് ഒരു യതീം ഫാമിലിയാണ് കഴിഞ്ഞു വിടുന്നത്, ഒരു കുട്ടിയല്ല. റേഷൻ്റെ BPL ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അരി കിട്ടും, പിന്നെ കറി വാങ്ങാനും മറ്റു സൗകര്യത്തിനൊക്കെ ഉള്ള ക്യാഷാണ് നമ്മൾ 2000 ഉപയോഗിക്കുന്നത്. പിന്നെ പുസ്തകം വാങ്ങാനും നോട്ട് പുസ്തകം വാങ്ങാനും അങ്ങനത്തെ സംഗതികൾ. ഇത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താത്ത കാലത്തോളം നമ്മൾ രക്ഷപ്പെടില്ല. കാരണം ആളുകൾ അറിയട്ടെ, അതിന് എന്ത് സംവിധാനം ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഏരിയകളിൽ പൊതുപരിപാടി സംഘടിപ്പിക്കുക. രണ്ടാമത്തെ സംഗതി, സംഘടനാപരമായി കൂട്ടിക്കെട്ടരുത്. എവിടെ നമുക്ക് സംഘടനയുള്ള ആൾക്കാരെ തന്നെ പ്രസംഗിക്കാൻ കിട്ടുള്ളൂ, അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഡെസിഗ്നേഷൻ പറയുമ്പോഴേ ഇന്ന ആളെന്ന് പറയണ്ട,
ആളെ പേരോടെ പറഞ്ഞാൽ മതി. ഇന്നതിന് സെക്രട്ടറി, ഇന്നതിൻ്റെ പ്രസിഡന്റ് പറയുമ്പോൾ ഒരു സംഘടനയ്ക്ക് ചേർത്തുകൊണ്ടാണ് പ്രശ്നം വെച്ചാൽ പിന്നെ ഭാവിയിൽ ഒരു പ്രയാസമായി മാറും. എല്ലാ സംഘടനയിലുള്ള ആളുകളും ഒരുമിച്ചിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഒന്ന് വേറിട്ട് പോയവർക്കൊന്ന് കൂടിയിരിക്കാനുള്ള ഒരു വേദിയും കൂടെ ഉള്ളത് അങ്ങനെ ഇവിടെ നമ്മൾ കാണാം. അങ്ങനെയുടെ ഒരു അവസരം ഉണ്ടല്ലോ. കുറച്ചൊക്കെ ഒന്ന് വിശാലാക്കി നമ്മൾ വെറുതെ ഇത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിലാണ് ഒരു നേതാവ് പറഞ്ഞു, ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ പരിപാടിക്കല്ലാതെ ഇതുവരെ പോയില്ല, എല്ലാ പരിപാടിയും നമ്മളെ കൊടക്കിയിലാണോ. അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ ആൾക്കാരോട് സാറിന് ചോദിക്കാറുള്ളത്, ഒരു നമ്മുടെ സംഘടനയുള്ള പ്രവർത്തകൻ MSSൽ അല്ലെങ്കിൽ MESലാണ് ആർക്കും എതിർപ്പില്ല, അവന് ലീഗിൽ വർക്ക് ചെയ്യണതിനും എതിർപ്പില്ല, അവന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വർക്ക് ചെയ്യണതിന് കുഴപ്പമില്ല, അവന് സാംസ്കാരിക വേദിയിൽ വർക്ക് ചെയ്യണതിനും കുഴപ്പമില്ല, ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നതിന് മാത്രം എന്താ കുഴപ്പം വരുന്നത് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ അങ്ങനെ കണ്ണു കൂക്കി എന്നല്ല ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ മനസ്സൊന്ന് വിശാലാവണ്ടേ, നമ്മളൊന്ന് കൂടിയിരിക്കുക, സ്നേഹത്തോടു കൂടി കൂടിയിരിക്കുക. എന്നിട്ട് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഈ യതീമുകൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ 22ഓളം വീടുകളാണ് എടുത്തു കൊടുത്തത്. നമ്മൾ വലിയ പൈസക്കാരൊന്നുമല്ല എനിക്ക് സ്പോൺസർ ചെയ്ത്, ചെറിയ പൈസ ഉള്ള ശമ്പളമുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലി ഒന്നായിട്ടാണ്. ഇപ്പം നടക്കുന്ന വീട്, പൊന്നാനി നടക്കുന്ന വീട് പണി, അട്ടപ്പാടി നടക്കുന്ന വീട് പണിയൊക്കെ വലിയ കോടീശ്വരന്മാരൊന്നും സ്പോൺസർ ചെയ്തല്ല. 7 ലക്ഷം, 7.5 ലക്ഷം, 8 ലക്ഷം ഒക്കെ കൊടുക്കുന്നത് ചെറിയ ചെറിയ ഫാമിലി. പക്ഷേ അവർ ബാപ്പയും മക്കളും എല്ലാ മരുക്കളൊക്കെ കൂടെ കൂടിയിട്ടാണ് അതിന് പൈസ തരുന്നത്. ഒന്നായിട്ട് തരേണ്ട ആവശ്യമില്ല. ഒരു 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ ഒരു വീട് പണി പൂർത്തിയാവുള്ളൂ. വിചാരിച്ചാൽ ഒരു യതീമിന് അന്തി ഉറങ്ങാനുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് എടുത്ത് നോക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും ഓരോ ഏരിയയിൽ നിന്നുള്ള ഫണ്ട് സ്വരൂപിക്കുന്ന വിഷയത്തിൽ ചർച്ച വളരെ ഊന്നി നിൽക്കണം എന്നാണ് സൂചിപ്പിക്കേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്കിത് വിപുലീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മളിപ്പം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മുട്ടി നിൽക്കുക, നമുക്കങ്ങോട്ട് തിരുവനന്തപുരം വരെ എത്തണം. 1000 കുട്ടികളെയും കൂടെ എടുക്കാനുള്ളതാണ് നമ്മളെ പുതിയ പ്രൊജക്റ്റ്. 1000 കുട്ടികൾ എടുക്കണമെങ്കിൽ മാസത്തിൽ 20 ലക്ഷം വേണ്ടേ? അത് തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിനൊരു ആസ്ഥാനം വേണ്ടി വരും. അത് ഏതാണ്ട് മിഡിൽ തൃശ്ശൂരായിട്ട് ഒരു ആസ്ഥാനം ഓഫീസ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ആളുകൾക്ക് വരാൻ, ട്രെയിനിന് വരാനുള്ള സൗകര്യം നോക്കിയിട്ട് ഓഫീസിലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നാലും ഞാൻ ആവർത്തിച്ച് പറയണം, നമ്മൾ ഈ രംഗത്ത് സജീവമായി ഇറങ്ങിയാൽ യാതൊരു സംശയവും വേണ്ട, റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് വർക്ക് ചെയ്യണ എനിക്കല്ലേ. ആളുകൾക്ക് ദൈവത്തെ എത്ര എഫക്റ്റായി, ആളുകൾ എത്ര കൂടി, ആളുകൾ എത്ര ചോറുന്ന്, ഇതിനേക്കാളും ഒന്നാമത്തെ സംഗതി അവനവനുള്ള എഫക്റ്റ് അല്ലേ, അവനവനല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ലാഭം. സ്വർഗത്തിൽ പോകുന്നല്ല നബി പറഞ്ഞത്, സ്വർഗത്തിൽ നബിൻ്റെ കൂടെ ഇരിക്കുന്ന, അതാണ് ഒരു അടിവരേണ്ട സംഗതി. സ്വർഗത്തിൽ പറഞ്ഞാൽ മിനിമം ആവറേജ് പോകുന്ന ആൾക്കാരും സ്വർഗത്ത് പോകും. ഇത് റസൂലുള്ളാഹിനോട് കൂടെ, റസൂലുള്ള എവിടെ ഉണ്ടാകുക? ഉന്നത സ്വർഗത്തിലുണ്ടാകുക, സ്വർഗത്തിൻ്റെ ടോപ്പിലാണ് റസൂലുള്ള ഉണ്ടാകുക. റസൂലുള്ളാഹിനോട് കൂടെയാണ് ഉണ്ടാവുക എന്നാണ് റസൂലുള്ള പറഞ്ഞത്. നമുക്ക് നേടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണിത്. അങ്ങനെ നബി പറഞ്ഞത് വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹിനോട് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ഹദീസുകൾ അങ്ങനെ വേറെ കൂടുതലായിട്ടൊന്നും കണ്ടിട്ടില്ല. അതിന് പറ്റിയൊരു ചാൻസ്, ഇതിൽ കൂടുതൽ പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല, ഫോട്ടോ ഒന്നും കൂടുതൽ പത്രത്തിലൊന്നും വരില്ല, കൂടുതൽ അങ്ങനൊന്നും വരില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളത് ഒന്നും കുറക്കാണ്ടാവില്ല ഇതിൽ വർക്ക് ചെയ്യണത് ഒന്നും. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ട് കാലിൽ മണ്ണായാൽ അവിടെ നരകം സ്പർശിക്കില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. നമ്മളാളുകൾ ഹോം വിസിറ്റിന് പോവുകയാണ്, നമ്മളാളുകൾ കളക്ഷന് പോവുകയാണ്, നമ്മളാളുകൾ ഒരു യതീമിൻ്റെ വിഷയം കേൾക്കുമ്പോൾ, ഒരു വിധവയുടെ വിഷയം കേൾക്കുമ്പോൾ ആ വീട്ടിൽ പോവുകയാണ്. അതൊക്കെ അവനവൻ്റെ വണ്ടിയിൽ അവനവൻ പെട്രോൾ അടിച്ചിട്ട് പോകണം, വേറെ ആരും ഫണ്ട് കൊടുത്തിട്ടല്ല. ഞാൻ നീട്ടി പരത്തി സംസാരിക്കുന്നില്ല, നമ്മളെ സമയം വളരെ കുറവാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജില്ലാ സമിതി കൂടിയിരിക്കുമ്പോൾ ഈ 5 ജില്ലകൾ എന്തായാലും കൂടിയിരിക്കണമല്ലോ. 2 ജില്ലക്കാണ് പിന്നെ ഒറ്റ യൂണിറ്റ് ഉള്ളൂ. അവർക്കും ആലോചിക്കുക അടുത്ത യൂണിറ്റ് എവിടെ എത്താൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ വയനാട്, അതുപോലെ തന്നെ കണ്ണൂർ ജില്ല, അവിടെയൊക്കെ ഒരു യൂണിറ്റ് ഉള്ളൂ. അപ്പോൾ അടുത്തതും കൂടെ എവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട് ഈ സദസ്സ് കാണുമ്പോൾ. പ്രത്യേകിച്ച് ഒരു സംഘടനയുടെയും പിന്തുണ അല്ലാതെ, അല്ലെങ്കിൽ പ്രത്യേക സംഘടനയുടെ പോഷക ഘടകം അല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഈ വിങ്ങിൽ നിങ്ങൾ വന്നതിൽ അള്ളാഹുവിൻ്റെ സ്വർഗം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ തിരക്കുണ്ട്, എനിക്കറിയാം. പല ആളുകളൊന്ന് വന്നത് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെ റിസ്ക് എടുത്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ എന്ന പോലുള്ള കല്യാണങ്ങൾ പോലും ഒഴിവാക്കി വന്ന ആളുകളുണ്ട്. റബ്ബിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം, പടച്ചവനെ ബോധ്യപ്പെടുത്താൻ. നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്താൻ പലതും പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം.
അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയും, ഞാൻ റബ്ബേ, ഞാൻ നിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തിന് റിസ്ക് എടുത്താണ് വന്നത്. ശരിക്കും നടക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ആ കോണിയൊക്കെ കയറുമ്പം ചില ആളുകളുടെ അവസ്ഥ ഉണ്ട് നമുക്കറിയാം, വളരെ പ്രയാസപ്പെട്ടിട്ട്. അപ്പോൾ മഞ്ചേരി ഒരു പുതിയ യൂണിറ്റ് പറ്റി ആലോചിച്ച് കൊണ്ട് കിട്ടും. നമ്മുടെ 4 സഹോദരങ്ങൾ അതിലെത്തിയിട്ടുണ്ട്. അരീക്കോട് നമ്മൾ കുറേ മുന്നേ ചർച്ച ചെയ്ത് പലവട്ടം ചർച്ച ചെയ്ത് നടക്കാതെ പോയതാണ്. അത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. കുറ്റ്യാടി, കാസിം മദനിയും ഒക്കെ ഇവിടെ മുന്നിലുണ്ട്. ഇങ്ങനത്തെ പുതിയ പുതിയ സ്ഥലങ്ങൾ ഓരോ മണ്ഡലത്തിലും ഓരോ ഏരിയ വരണം. നമുക്ക് ഓരോ മണ്ഡലത്തിലും ഒരു ഏരിയ. എത്ര MLA മാരുണ്ടോ അത്ര യൂണിറ്റുകൾ ഭാവിയിലായി വരണം. ഞാൻ അവസാനിപ്പിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് അള്ളാഹു വല്ല പ്രയാസവും പരീക്ഷണവും വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തിട്ടെങ്കിൽ അള്ളാഹു നമ്മളിൽ നിന്ന് തട്ടിമാറ്റുമാറാവട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഉ ലനാ മിൻ അംരിനാ റഷദ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അസ്സലാമു അലൈക്കും.